അജീഷ് ജയകുമാർ അവിടെ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അതിനിടയിൽ ഇപ്പോൾ കന്യാസ്ത്രീകൾ അവരുടെ മഠത്തിലേക്ക് എത്തുകയാണ്, കോൺവെന്റിലേക്ക് എത്തുകയാണ്. അതിനിടയിലാണ് ഇപ്പോൾ ചിലർ അവിടേക്ക് എത്തിയിരിക്കുന്നത്. പോലീസ് അവരെ തടയുന്നുണ്ട്. അതാരാണെന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. അജീഷ് ജയകുമാർ അല്പ സമയത്തിനകം വിവരങ്ങൾ നൽകും. മാധ്യമപ്രവർത്തകർ അവിടെ നിന്ന് തത്സമയം വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയായിരുന്നു. കേരളത്തിൽ നിന്നുള്ള അജീഷ് എന്താണ് സംഭവിച്ചത്? ഉന്മേഷ് ആരാണെന്ന് അറിയില്ല. നമ്മുടെ ചില മാധ്യമപ്രവർത്തകരെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അത് തടയുകയാണ് ഇവിടെ ചെയ്തത്. എന്തായാലും ഇപ്പോൾ കേരളത്തിൽ നിന്നെത്തിയ മാധ്യമപ്രവർത്തകരെ കോൺവെന്റിനുള്ളിലേക്ക് പോലീസ് കയറ്റുന്നുണ്ട്. ചിലർ പുറത്തെത്തി പ്രതിഷേധിക്കുന്നുണ്ടായിരുന്നു. ചില മാധ്യമപ്രവർത്തകരെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അത് തടയുക മാത്രമാണ് നമ്മൾ ചെയ്തത്. എന്തായാലും ഇവിടെ ചെറിയ രീതിയിലുള്ള സംഘർഷങ്ങൾ ഉണ്ടായിരുന്നു. വലിയ പോലീസ് സുരക്ഷ തന്നെ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഈ കോൺവെന്റിനകത്ത് ഇവിടെയാണ് ഈ രണ്ട് കന്യാസ്ത്രീകളെയും പാർപ്പിച്ചിരിക്കുന്നത്. കനത്ത പോലീസ് സുരക്ഷ തന്നെയുണ്ട്. നമുക്ക് അകത്തേക്ക് കടക്കാൻ അനുവാദമില്ല. പക്ഷേ ഈ പുറത്ത് ചില സംഘർഷ സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ അകത്തേക്ക് മാറ്റിയിട്ടുണ്ട്. എന്തായാലും ഉന്മേഷ്, നമ്മൾ എല്ലാം പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ഇപ്പോൾ BJP-യുടെയും LDF-ന്റെയും UDF-ന്റെയും പ്രതിനിധികളടക്കമുണ്ട്. LDF-ന്റെയും UDF-ന്റെയും പ്രതിനിധികളടക്കം ഇതിനകത്തുണ്ട്. രണ്ട് കന്യാസ്ത്രീകളെയും ഇന്നത്തെ ദിവസം ഇവിടെ ആയിരിക്കും പാർപ്പിക്കുന്നത്. അതിനുശേഷമായിരിക്കും അവരെ പുറത്തേക്ക് എങ്ങോട്ടേക്ക് കൊണ്ടുപോകണമെന്നുള്ളൊരു കാര്യത്തിൽ തീരുമാനമെടുക്കുള്ളൂ. എന്തായാലും നാടകീയമായ സംഭവങ്ങളാണ് ഒരു 3 മണിക്ക് ശേഷം ഈ ദുർഗ് സെൻട്രൽ ജയിലിന്റെ പരിസരത്തും ഈ കോൺവെന്റിന്റെ പരിസരത്തും ഉണ്ടായത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം ഇന്ന് ബെയിൽ എക്സിക്യൂഷൻ ഓർഡർ നേരിട്ട് എത്തിക്കുമെന്ന് പറഞ്ഞായിരുന്നു ഇന്നത്. പക്ഷേ ഒന്നും ഉണ്ടായില്ല. എന്തായാലും BJP-യുടെ സംസ്ഥാന സെക്രട്ടറി അനൂപ് ആന്റണി ഇപ്പോൾ ഇവിടെയുണ്ട്. അനൂപ്.